സംരംഭകത്വ സംസ്ഥാനം ഉദ്ഘാടനം നടന്ന കാട്ടാക്കടയിൽ ഒരുക്കിയ സ്റ്റാളുകൾ ശ്രദ്ധേയമായി. കാട്ടാക്കട താലൂക്കിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ സംരംഭകരാണ് വിവിധ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ എത്തിയത്. സ്റ്റാളുകൾ സന്ദർശിക്കാനും സാധനങ്ങൾ വാങ്ങാനും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. പുതിയ സംരംഭങ്ങളിലൂടെ മികച്ച വളർച്ച നേടാൻ സംരംഭകർക്ക് കഴിയുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. ഞാൻ സയന, ഞാൻ കട്ടയ്ക്കോട് വാർഡിൽ തെന്നൽ എന്ന കുടുംബശ്രീയിലെ അംഗമാണ്. ഇതിപ്പോൾ ഹോം മെയ്ഡ് സോപ്പാണ്, ഓർഗാനിക്കാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള തന്നെ. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ, പിന്നെ കറ്റാർ വാഴ, വേപ്പ്, ശംഖുപുഷ്പം അവ കൊണ്ടുള്ള സോപ്പ്, പിന്നെ സോപ്പ്, ഫേസ് വാഷ്, ഷാംപൂ, പിന്നെ ക്രീം, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കെമിക്കൽ ബേസുകൾ മാത്രമേ കെമിക്കലായിട്ട് വരുള്ളൂ, ബാക്കിയെല്ലാം പിന്നെ പ്രകൃതിയിലുള്ളതാണ്. നമ്മുടെ വാർഡില് തെന്നൽ കുടുംബത്തിലെ സയനയുടെ പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ നമ്മൾ നാട്ടുചന്തയിലൊക്കെ കൊണ്ടുവന്നാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ. നല്ല ഷാമ്പു ഉണ്ട്, താരനൊക്കെ പോകുന്ന നല്ല ഷാമ്പു ഉണ്ട്. സോപ്പൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സ്കിന്നിന് നല്ല 3 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നിന് നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. നല്ല നമുക്കത് അറിയാൻ പറ്റും. 4-5 ദിവസം ഉപയോഗിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വളരെ പ്യൂർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ സൈന കൊണ്ടുവരുന്ന എല്ലാം തന്നെ. പേര് ശാന്തി. ഞാൻ 8 വർഷങ്ങൾക്ക് മുന്നോട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഓരോന്നും ഓരോ രീതിയാണ്, ഓരോ നോട്ട് വെച്ചാണ് ചെയ്യുന്നത്. ആർക്ക് പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ വന്നാൽ പറഞ്ഞു തരാം. എൻ്റെ വീട് മംഗലക്കൽ നന്ദാവനത്താണ്. 8-9 വർഷം കൊണ്ട് ഇത് ചെയ്യുന്നു. വിറ്റ് പോകുന്നുണ്ട്. മേളകളിലാണ് കൂടുതൽ. ഓൺലൈൻ ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും വേഗം അത് തുടങ്ങുന്നത്. കാരണം മാർക്കറ്റ് കൂടുതലും ഓൺലൈനിലാണ്. മേളകളിൽ കിട്ടുന്ന സമയങ്ങളിൽ മാത്രം അവിടെ നല്ല സെയിൽസ് നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഡക്ക്, നമ്മുടെ കുതിര, ഇത് ആനയാണ്. എൻ്റെ പേര് ദേവി. ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ക്ലിപ്സ് ആൻഡ് ബോ, നെറ്റിപ്പട്ടം, പിന്നെ ഇത് കൂടാതെ തന്നെ ലോഷൻ, ഹാർപ്പിക്, സോപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ സ്ഥലം നരുവമൂടാണ്. അവിടെ നിന്നാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഇരുന്നാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ഇഞ്ചിയുണ്ട്, തവലോലി അച്ചാറുണ്ട്. ഇപ്പം ഇത്രയാണ്. പിന്നെ നാരങ്ങ കറിയുടെ അച്ചാറായിട്ടുണ്ട്. കട ഉണ്ട്. ഒരു ഫ്ലവർ മില്ലുണ്ട് ഞങ്ങൾക്ക്. അതിൽ തന്നെ വെച്ച് സെയിൽ ചെയ്യണം. പിന്നെ ആവശ്യക്കാർ വന്നെടുത്ത് കൊണ്ടുപോകും. പിന്നെ ആവശ്യപ്പെടുന്നവർക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വല്ല പാർട്ടിക്കോ എന്തിനെങ്കിലും അച്ചാറുകൾ ആവശ്യപ്പെട്ട ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആമച്ചലാണ്, ആമച്ച ജംഗ്ഷനിലാണ്, പള്ളിക്കടുത്തായിട്ട് AS ഫ്ലവർ മില്ലാണ്. ഇത് ഞങ്ങളുടെ ട്രയറാണ്. ഇത് 5 ട്രയറുള്ള ട്രയറാണ്. ഇതിൽ ചക്ക, കുമിള്, മറ്റുള്ള വെജിറ്റബിള്, ഫിഷ്, മീറ്റ് എന്നിവ നല്ല രീതിയിൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ ട്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ബനാന സ്ലൈസറാണ്. ഏത്തക്കായും പൊട്ടാറ്റോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം എത്ര തിക്നെസ്സിൽ വേണോ നമുക്ക് അതിൻ്റെ എണ്ണം കറക്റ്റ് ചെയ്ത് ഇത് സ്ലൈസ് ചെയ്യാൻ കഴിയും. ഇത് ഹെവി മിക്സിയാണ്. ഇതിൽ നമുക്ക് ചമ്മന്തിപ്പൊടി, ചുക്ക്, കുരുമുളക് ഇതൊക്കെ ഈസി ആയിട്ട് പൊടിക്കാൻ കഴിയും. ഈ ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കുള്ള മാവ് നമുക്ക് ഈസി ആയിട്ട് കുഴയ്ക്കാനും നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇത് പല മോഡലുണ്ട്. ഇതിൽ 5 കിലോ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 5 കിലോ തൊട്ട് 100 കിലോ മാവ് വരെ നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയും.
ഇത് ഞങ്ങളുടെ മിനി പൾറൈസറാണ്. 2 HP മോട്ടർ, സിംഗിൾ ഫേസ് മോട്ടറാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഫേസിൽ ഈസി ആയിട്ട് അരി, ഗോതമ്പ്, മുളക്, മല്ലി, വ്യഞ്ജന സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ നമുക്ക് പൊടിക്കാൻ കഴിയുന്നു. ഞാൻ ജിംസൺ, ജോർദാൻ വാലി അഗ്രോ ഫാമിനെ പ്രതിനിധീകരിച്ചാണ് ഈ സംരംഭ സഭയിൽ ഞാനിവിടെ പങ്കെടുക്കുന്നത്. ജോർദാൻ വാലിയിൽ ഏകദേശം 100 and above വെറൈറ്റീസ് ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സാണ്. അതിൻ്റെ തൈകളും ഫ്രൂട്ട്സും നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 2021-22 സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്വകാര്യ ഫാമിനുള്ള ഹരിതകീർത്തി അവാർഡ് ലഭിച്ച ഫാമാണ്. എൻ്റെ പേര് അജയാണ്, അജയകുമാർ നായർ. നമ്മളൊരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ, പിന്നെ മസാല പൗഡർ, അതെല്ലാം. പിന്നെ നമ്മളെ കമ്പനിയുടെ പേര് ട്രാവൻകോർ എൻ്റർപ്രൈസസ് ആണ്. അന്തൂർ കോണത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളെ ബ്രാൻഡ് പിന്നെ മെയിൻലി ഭാരത്തിൻ്റെ ഇതിലാണ്. ഭാരത് കൊക്കോ, ഭാരത് മസാല, അതിൻ്റെ പേരിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് പിന്നെ നമ്മൾ ട്രേഡ് മാർക്കിങ് ചെയ്യുന്നുണ്ട്. ഇത് പള്ളിച്ചൽ പഞ്ചായത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് എന്ന് പറയുമ്പം ചെറുമണി ധാന്യം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് നമുക്ക് ഷുഗർ പേഷ്യൻസിനും ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായ അവർക്ക് ഒരു ഡയറ്റ് പോലെ ബാലൻസ് ചെയ്ത് പോകാനായിട്ടുള്ള ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫുഡ് ഗ്രെയിനാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മില്ലറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് മില്ലറ്റ്സും ന്യൂട്രൽ മില്ലറ്റ്സും. പോസിറ്റീവ് മില്ലറ്റ്സിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, ദഹനത്തിനൊക്കെ നല്ലതാണ്. പിന്നെ റിച്ച് ഇൻ പൊട്ടാസ്യം, മിനറൽസ് എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു ഇതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു അരിയേക്കാളും മികച്ചതാണ് മില്ലറ്റ്സ് നമുക്ക് എടുത്തു പറയാം. കാരണം ഇപ്പം 2023 മില്ലറ്റ്സിൻ്റെ ഒരു യുഗം എന്നുള്ളൊരു സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരാൾക്കാർക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അവയർനെസ് കൊണ്ടുവരാനായിട്ടുള്ളൊരു ഒരു മൂവ്മെൻ്റാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തത്. പലവർക്ക് പഞ്ചായത്തിലാണ്, അവിടെയുള്ളതാണ് ഈഴക്കോട് എന്ന സ്ഥലത്ത്. അവിടെ ഞാനൊരു ചെറിയൊരു കടയുണ്ട് എനിക്ക്. ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുമുണ്ട്. പിന്നെ എൻ്റെ സ്ഥാപനത്തിൽ വിജയ് ലേഡി സ്റ്റിച്ചിങ് സെൻറ്റർ, പ്രൊഫഷണൽ സ്റ്റോർ, ഹാൻഡിക്രാഫ്റ്റ്സ്. പഠിക്കാൻ വരുന്നുണ്ട്. സ്റ്റിച്ചിങ് ആണ് കൂടുതലും. പിന്നെ ഈ ഇത് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പാവ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് കേക്കിൻ്റെ പരിപാടിയാണ്, കേക്കാണ് ചെയ്യുന്നത്. കേക്ക് എല്ലാം ഏറ്റവും അറിയാം ചെയ്യാൻ. പിന്നെ അതൊക്കെ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, അതിന് ഒരു സഹായം കിട്ടിയാൽ കുറേ കൂടെ ഞാൻ ഡെവലപ്പായിട്ട് ചെയ്യും. കട നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ഒരു സാമ്പത്തികം വേണം. ഒരു കടയുണ്ട്, ഞങ്ങൾ വീടോട് ചേർത്താണ് ഒരു കട. പക്ഷെ ആ നല്ലൊരു ജംഗ്ഷനിലാണ് കട നടത്തിയത്. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് നടത്തണേ. പിന്നെ പിള്ളേരൊക്കെ വരുന്നുണ്ട് പഠിക്കാനും ഇതിനൊക്കെ. നമ്മളിവിടെ സെയിലിനേക്കാൾ ഉപരി കേരളത്തിലെ 7 വർഷം കൊണ്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന യുവ ഫ്രഷ് ബോൾ ഗെയിംസിൻ്റെ ഒരു അവയർനെസ് ക്യാമ്പയിൻ കൂടെയാണ് ഈ സ്റ്റാളിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വിഷരഹിതമായ കെമിക്കൽ ഇല്ലാതെ, കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ, അഡിറ്റീവ്സ് ഇല്ലാതെ തികച്ചും 4 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടുള്ള ഫസ്റ്റ് വന്ന ഇന്ത്യയിലെ ഒരു പ്രൊഡക്റ്റാണ് ഇയോ ഫ്രഷ് ബോൾ ഗ്രേപ്സ്. അത് നല്ല രീതിയിൽ എന്താ പറയുക, ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ബാലരാമടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങുകയും ഇപ്പോൾ ഉരുട്ടമ്പലം കോവന്തമംഗലത്ത് ഏകദേശം 60-50 തൊഴിലാളികളുമായിട്ട് കന്യാകുമാരി മുതൽ കോഴിക്കോട് വരെ സപ്ലൈ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഷുഗർലെസ് ആയിട്ടുള്ള സംഭവമൊക്കെ അല്ലേ നമ്മുടെ ആദ്യം ഞങ്ങൾ തുടങ്ങിയത് വിത്ത് ഷുഗർ ആയിരുന്നു. ഇതാണ് ഏറ്റവും കോമൺലി ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഈ ബോർഡിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഇതിനകത്ത് മറ്റുള്ള ബോട്ടിൽ നിന്നും കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് അത് ജനങ്ങളെ എളുപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് ആക്കിയത്. ഇത് വന്നിട്ട് നമുക്ക് 1 ലിറ്ററിൻ്റെ ഷുഗർ ഫ്രീ ഉണ്ട്. അപ്പോൾ ഇത് 100% നാച്ചുറലാണ്, ഷുഗർ ഇല്ലാത്തതുകൊണ്ട്. ഇത് ഡയബറ്റിക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വൺ സ്വീകാര്യത തുറന്ന് ഒരുപാട് ആളുകൾ ഈ ബോട്ടിൽ കോപ്പി ചെയ്ത് അതിനകത്ത് കെമിക്കൽസ് നിറച്ച് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിൻ്റെ ഭാഗത്ത് കൂടെയാണ് ഞങ്ങളിവിടെ ഒരു സ്റ്റാൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്.
ഇത് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഹൗസ് ക്ലീനിങ് പ്രോഡക്റ്റുകളാണ്. പിന്നെ കാർ കെയർ കിറ്റുകളുമുണ്ട്. ഏകദേശം 12 വർഷത്തിലധികമായി ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ പേര് തന്നെ ദ കംപ്ലീറ്റ് ക്ലീനിങ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ പേര്. ഈ ഷൈനിങ് സ്റ്റാർ എന്നുള്ളതിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും, ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ഐറ്റം കുറവുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 6 എണ്ണം വെച്ചിരിക്കുന്നത്. 7 പ്രോഡക്റ്റ് 390 രൂപയ്ക്കാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ കട്ടക്കട ഞങ്ങൾക്ക് 2 സ്ഥാപനമുണ്ട്. 2 സ്ഥാപനത്തിൽ എവിടെ വന്നാലും ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഒന്ന് കട്ടക്കോട് റോഡിലുള്ള MM കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. പിന്നെ നെയ്യാറ്റിങ്കര റോഡിൽ ഷൈനിങ് സ്റ്റാർ ഇതേ പേരിൽ തന്നെ ഒരു സ്ഥാപനമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സോപ്പ് ഓയിൽ തുടങ്ങിയ എല്ലാ ക്ലീനിങ് മെറ്റീരിയൽസ് നിർമ്മിക്കുന്നതിനുള്ള കെമിക്കലുകളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊരിട്ടമ്പലം കുന്നുംപാറ. ഇവിടെ ഉള്ളത് സ്പ്രൗട്ടഡ് ഹെൽത്ത് മിക്സ് പൗഡറും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറും പിന്നെ കേക്ക്സ് ഒക്കെയാണ് ഉള്ളത്. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ്. സ്പ്രൗട്ടഡ് ഹെൽത്ത് മിക്സ് പൗഡറാണ്. അതിനകത്ത് റാഗിയും പയറും ഗോതമ്പുമാണ് സ്പ്രൗട്ട് ചെയ്യുന്നത്. ബാക്കി നമ്മൾ പൗഡറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ 9 മന്ത്സ് മുതൽ എല്ലാ ഏജസിലുള്ളവർക്കും കഴിക്കാം. കുറുക്ക് രൂപത്തിലോ ഷെയ്ക്ക് രൂപത്തിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് ഡ്രൈ ആയിട്ട് നമ്മൾ നട്ട്സ് കഴിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സുമായിട്ട് മിക്സ് ചെയ്തതാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഹോർലിക്സ് പോലുള്ള അത് കൊടുക്കുന്നതിന് പകരം 1 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കും. ഡെയിലി നമുക്ക് കഴിക്കാം. ഏത് ഏജസിന് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, ഈ മിക്സറും ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ ലഡൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം മെയ്ഡ് തന്നെ കേക്ക്സും ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഗീതാ ശശിധരൻ. ഷെർവിൻ ഫുഡ് വേൾഡ് എന്ന സ്ഥാപനം കാട്ടാക്കട കിള്ളി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നടത്തുന്നു. 18 വർഷമായി നടത്തുന്നു. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഫ്രോസൺ ഫുഡാണ്. പൊറോട്ട, കട്ട്ലേറ്റ്, സമൂസ, ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, അങ്ങനെ 30 ഐറ്റംസോളം ഉണ്ട്. നമ്മൾ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പം ഫാസ്റ്റായിട്ട് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന പ്രോഡക്റ്റാണ്.